സദ്ഗുരുവേ ശരണം. നമ്മൾ ഇംഗ്ലീഷിൽ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ്, ആർ യു എന്ന് തുടങ്ങണോ അതോ ഡു യു ആണോ അതോ ഹാവ് യു ആണോ. ഇതിന്റെ കൺഫ്യൂഷൻ കാരണം നമ്മൾ വിചാരിക്കാം ഇപ്പൊ ചോദിക്കേണ്ട, എല്ലാം അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ കൺഫ്യൂഷൻ മാറ്റാം. ഓക്കെ, അപ്പോൾ ആർ യു റെഡി? Then let's get started. Welcome to English Guru's brand new episode. I'm Ashalada Srijit. അപ്പോൾ നമുക്ക് ആദ്യം ആർ യു എവിടെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ടത് മനസ്സിലാവും. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ആണോ അല്ലേ എന്ന് ചോദിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആർ യു വെച്ചാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഓർക്കണേ, ആണോ അല്ലേ, ഇതാണ് നമ്മുടെ മനസ്സിൽ. ഇപ്പം നീ ഒരു ഡോക്ടറാണോ? അപ്പം എങ്ങനെ ചോദിക്കും? ആർ യു എ ഡോക്ടർ? നിങ്ങളൊരു ടീച്ചറാണോ? ആർ യു എ ടീച്ചർ? ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കൂ, ആർ യു എ ടീച്ചർ എന്ന് ചോദിക്കൂ. ആർ യു എ ടീച്ചർ? ചോദിച്ചോ? അപ്പം ഞാൻ പറയാം യെസ് ഐ ആം, യെസ് ഐ ആം. ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി, സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ല യെസ് ഐ ആം എ ടീച്ചർ എന്ന് ഫുൾ സെൻറ്റൻസ്, അത് അങ്ങനെ മുഴുവൻ പറയണമെന്നൊന്നുമില്ല. ഇനി അല്ലെങ്കിലോ? അപ്പം ഞാൻ പറയും നോ ഐ എം നോട്ട്, ഐ എം എ ഡോക്ടർ. ടീച്ചർ അല്ല, ഞാൻ ഡോക്ടറാണ്. അപ്പം നോ ഐ എം നോട്ട്, ഐ എം എ ഡോക്ടർ. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ടീച്ചറല്ല, പിന്നെ ഞാൻ എന്താണ് എന്നും കൂടെ നമുക്ക് അതിനകത്ത് കോമൺ സെൻസ് അതല്ലേ, അപ്പം നമ്മൾ അതും കൂടെ പറയും. ഇനി നമുക്ക് ഒരാളെടുത്ത് ചോദിക്കണം, അയാളിങ്ങനെ വല്ലാതെ ഇരിക്കുക, അപ്പോൾ നമുക്ക് എന്ത് സുഖമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഓർക്കണേ, ഒരാളിങ്ങനെ സുഖമില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ അയാളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ്, സുഖമില്ലേ, നിനക്ക് എന്താ വയ്യേ? അപ്പോൾ ഇല്ലേ വയ്യേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചോദിക്കണം ആർ യു സിക്ക്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേ ആർ യു സിക്ക്, നിങ്ങൾ എന്നോട് ചോദിക്കൂ ആർ യു സിക്ക്, ചോദിച്ചോ? അപ്പം ഞാൻ പറയും, ആണെങ്കിൽ ഞാൻ പറയും യെസ് ഐ ആം, ഐ ഹവ് ഗോട്ട് എ കോൾഡ്, എനിക്കൊരു കോൾഡ് ഉണ്ട്. ഐ ഹവ് ഗോട്ട് എ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്. അപ്പോൾ ഇതിന് ഐ ഹവ് ഗോട്ട് എ കോൾഡ് എന്നും ഐ ഹവ് ഗോട്ട് എ ഹെഡ് ഏക്ക് എന്നുമാണ് നമ്മൾ ആൻസർ പറയാം. ഈ സെൻറ്റൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നതൊക്കെ നിങ്ങൾ ഓർക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ആർ യു എന്നുള്ളത് കോണ്ടെക്സ്റ്റ് വെച്ച് ഓർത്തിരിക്കാൻ പറ്റും. മനസ്സിലായോ? അല്ല നമ്മളിങ്ങനെ കാണാതെ പഠിക്കുമല്ല, കോണ്ടെക്സ്റ്റ്, സിറ്റുവേഷൻ, അത് വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഓർത്താൽ പെട്ടെന്ന് അത് നമ്മുടെ ഓർമ്മയിൽ തന്നെ ഇരുന്നോളും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പോഴോ? ഇപ്പോൾ നിങ്ങൾ എന്നോട് സുഖം ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ സുഖം ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ പറയണം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്ത് പറയും? അപ്പോൾ അവിടെ നോ ഐ എം നോട്ട് എന്നല്ലേ പറയാം. എനിക്കൊരു കുഴപ്പമില്ല, നോ ഐ എം നോട്ട്. എന്നിട്ടൊരു താങ്ക്സ് കൂടെ പറയണം കേട്ടോ. ഐ എം ഗുഡ്, താങ്ക്സ്, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ അല്ലേ. നന്നായിരിക്കുന്നു, ഐ എം ഗുഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നന്നായിരിക്കുന്നു, ഞാൻ നല്ലതാണെന്നല്ല, ഞാൻ നന്നായിരിക്കുന്നു. ഐ എം ഗുഡ്, താങ്ക്സ്, ഐ എം പെർഫെക്റ്റ്ലി ഫൈൻ. നല്ല പൂർണ്ണമായിട്ട് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ചിലപ്പോൾ നമുക്കൊരു മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഇനി മൂഡ് ഔട്ട് ആണെന്ന് ചോദിച്ചോ, നമുക്ക് ഇങ്ങനെ പറയാം ഐ എം എ ബിറ്റ് ഓഫ് ടുഡേ, ഐ എം എ ബിറ്റ് ഓഫ് ടുഡേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ ഐ എം എ ബിറ്റ് ഓഫ് ടുഡേ, ഐ എം എ ബിറ്റ് ഓഫ്, കുറച്ച്, ബിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്, ഓഫ് എന്ന് പറഞ്ഞാൽ എല്ലാം ഓഫായിരിക്കണം. ഐ എം എ ബിറ്റ് ഓഫ് ടുഡേ. പിന്നെ നിങ്ങൾക്ക് അത്ര ഷുവർ അല്ല, എന്തോ പോലെയൊക്കെ തോന്നുന്നു, അപ്പം ഇങ്ങനെ പറയാം ഐ എം നോട്ട് ഷുവർ, ഐ എം ജസ്റ്റ് ഫീലിംഗ് എ ലിറ്റിൽ വിയേർഡ്. അറിഞ്ഞുകൂടാ, എന്തോ പോലെ തോന്നുന്നു, അതാണ് ഉത്തരം. അപ്പം വിയേർഡ് എന്ന് പറഞ്ഞാൽ എന്തോ പോലെ, ഒരു വിചിത്രമായിട്ട് തോന്നുക എന്നൊക്കെ നമ്മൾ വല്ലാത്തൊരവസ്ഥ. ഐ എം ജസ്റ്റ് ഫീലിംഗ് എ ലിറ്റിൽ വിയേർഡ്. ഇനി നമ്മളിപ്പോൾ ഒരാൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ നമ്മൾ മനസ്സിൽ വിചാരിക്കാം, നിങ്ങളുടെ അച്ഛനോ ചേട്ടനോ അനിയത്തിയോ ഒക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചോദിക്കണം ആർ യു വാച്ചിങ് ടി വി, ടി വി കാണുകയാണോ? നമ്മൾ സ്ഥിരം ചോദിക്കുക, നമുക്കറിയാം അവർ ടി വി കാണുകയാണ്, എന്നാലും നമ്മൾ പോയി ചോദിക്കും. അത് ഓർത്താൽ മതി, ആർ യു വാച്ചിങ് ടി വി. അവിടെ നമ്മൾ വാച്ചിങ് ടി വി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അവർ ആ ഒരു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് അല്ലേ, ഒരു ആക്ഷൻ. ഇങ്ങനെ അവരിങ്ങനെ ടി വിയിൽ നോക്കി പ്രോഗ്രാമൊക്കെ കണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു ആക്ഷൻ ഗോയിങ് ഓൺ അല്ലേ. അപ്പോൾ നമ്മൾ ING ഫോമാണ്. അപ്പോൾ ആർ യു വാച്ചിങ് ടി വി? അപ്പോൾ ഒരു മറുപടി തർക്കുത്തരം പറയുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ പറയും എന്താ കണ്ടൂടെ? അപ്പോൾ എന്ത് ചോദിക്കാം? കാൺ യു സീ, കാണ്ട് യു സീ, കാണ്ട് യു സീ എന്നാണ്. കണ്ടൂടെ, അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഒരു രസം. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ആർ യു ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് നമ്മുടെ മനസ്സിൽ വരും. ഇനി ഒരാൾ വീട്ടിലേക്ക് പോവുകയാണ്, നമുക്കറിയാം വീട്ടിൽ പോവുകയാണെന്ന്, പക്ഷെ നമ്മൾ ചുമ്മാ ചോദിക്കണം ആർ യു ഗോയിങ് ഹോം,
വീട്ടിൽ പോവാണോ എന്ന് ചോദിക്കാം. ഇനി വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങൾ ഫാമിലിയെ കാണാൻ പോകുന്നുണ്ടോ, ഒരു പ്ലാൻ നിങ്ങൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില പ്ലാൻ ഇല്ലേ, ഈ ആഴ്ച വളരെ റീസെൻ്റ് ആയിട്ടൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ആർ യു ഗോയിങ് ടു എന്ന് വെച്ച് തുടങ്ങാം. ആർ യു ഗോയിങ് ടു വിസിറ്റ് യുവർ ഫാമിലി ദിസ് വീക്ക്? നീ നിന്റെ ഫാമിലിയെ വിസിറ്റ് ചെയ്യാൻ ഈ ആഴ്ച പോകുന്നുണ്ടോ? ആർ യു ഗോയിങ് ടു, അവിടെ പോകുന്നുണ്ടോ, ഫ്യൂച്ചറാണ്. നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ ഇന്ന്? ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ്? ഇന്ന് രാത്രി പാർട്ടിക്ക്. ടു ദ പാർട്ടിയാണ് പാർട്ടിക്ക്. ഇപ്പൊ ഒരാൾക്ക് വയ്യ, ഒരാൾ ബോധം കെട്ട് വീണു, ഇപ്പോൾ വെയിലൊക്കെ കൊണ്ടുപോയി ചിലപ്പോൾ പിള്ളേരൊക്കെ തളർന്ന് വീഴുന്ന കാണാം അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ അവരെ എഴുന്നേറ്റൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ചെന്ന് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ, ആർ യു ഫീലിംഗ് ഓക്കെ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ഈ മാസം 26-ാം തീയതി തുടങ്ങുകയാണ്. അപ്പം അത് ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പല വീഡിയോസിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ടീച്ചർ ക്ലാസ് എടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചു. ബട്ട് ഇപ്പോൾ എന്തായാലും അത് തുടങ്ങുകയാണ് കേട്ടോ. April 26 വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 3 month കോഴ്സാണ് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ. അപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അഡൽട്സിനും ഉണ്ട് സ്റ്റുഡൻസിനും ഉണ്ട്, 2 സെപ്പറേറ്റ് ബാച്ചസ് ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം. അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാം, അഡ്മിഷൻ ഫോം എല്ലാം അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. ബേസിക് മുതൽ ഇൻ്റർമീഡിയറി ലെവൽ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങളെ പറയിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അതിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ രണ്ടാമത്തത് ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ആണ്. അപ്പോൾ ഗ്രാമർ ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏതൊരു പരീക്ഷയും, ഒരു ജോലി കിട്ടണമെങ്കിൽ അതിൽ 20 മാർക്കിൻ്റെ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ, ചിലതിൽ 50 മാർക്കിൻ്റെ വരെ ഇംഗ്ലീഷ് ഗ്രാമറാണ്. അപ്പോൾ ഗ്രാമറും മാത്സും അറിയുന്നവരാണ് ഈ ജോലി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. നമ്മൾ കുറേ ജനറൽ സ്റ്റഡീസും കറണ്ട് അഫയേഴ്സും ഒക്കെ പഠിച്ച് ഇങ്ങനെ ഒരുപാട് നമ്മൾ ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷും മാത്സും നമ്മൾ അത്രയും ബോദർ ചെയ്യുന്നില്ല. ശരിക്കും ഇംഗ്ലീഷും മാത്സും അറിയുന്നവരാണ് ശരിക്കും, അവർക്ക് മറ്റതും കൂടെ അറിയുകയാണെങ്കിൽ അവർക്ക് ഉറപ്പാണ് ജോലി. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രാമർ എന്ന് പറയുന്നത് ചെറിയ ക്ലാസ്സിലെ മാർക്ക് വാങ്ങിക്കാനും ഗ്രാമറിൻ്റെ അടിസ്ഥാനം ഉണ്ടാവാനും ഭാവിയിൽ ജോലി കിട്ടാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്, മസ്റ്റാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഗ്രാമർ ക്ലാസ് അതുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും എന്തിനാണ് ഗ്രാമർ പഠിക്കുന്നത്? പക്ഷെ ഗ്രാമർ പഠിച്ചാൽ ജോലി വരെ കിട്ടുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് സ്റ്റുഡൻസിനും ഉണ്ട് വലിയവർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ചെയ്യിക്കാൻ പോകുന്നത് നിങ്ങളെ കൊണ്ട് എക്സസൈസുകൾ ചെയ്യിപ്പിക്കും, തിയറി നന്നായിട്ട് പഠിപ്പിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അത് ആക്ച്വലി ഒരു തിയറി ക്ലാസ് തന്നെ ആയിരിക്കും. അത് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ എയിം, ഇംഗ്ലീഷിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ കോഴ്സിന് ചേരണം. പിന്നെ മൂന്നാമത്തതാണ് എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ ഒരു സമൂഹത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു എളിയ ശ്രമം എന്നുള്ള രീതിയിൽ അത് വളരെ ഉപയോഗമുള്ളൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഇംഗ്ലീഷ് ത്രൂ മോറൽ സ്റ്റോറീസ്, അതാണ്. അതായത് നമ്മുടെ കുട്ടികൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ കാണുന്നത് എന്താണ്? നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന അക്രമങ്ങളും അഴിമതിയും എന്താണ്, കള്ളവും ചതിയും, ഇതൊന്നും നമ്മൾ ഇനി പറയണ്ട. എല്ലാത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. ബട്ട് കുട്ടികൾ എപ്പോഴും കാണുന്നത് ഇങ്ങനെയുള്ള വയലൻസും കാര്യങ്ങളും. അപ്പോൾ എല്ലാം ന്യൂസിലൊക്കെ കാണുന്നില്ലേ? അപ്പോൾ ഈ ഒരു കൾച്ചർ നമ്മുടെ കുട്ടികളിൽ അറിയാതെ ഇങ്ങനെ കയറി പോവാണ്. അതൊന്നും ഒരു നോർമൽ ആയിക്കൊണ്ടിരിക്കും. വയലൻസ് ഒക്കെ ഇപ്പോൾ ഒരു നോർമലാണ്. ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ തമ്മിൽ അടിക്കുക, കൊല്ലുക, ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ എത്രയും വേഗം ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഇപ്പോൾ ആശ്രമത്തിലാണെങ്കിൽ പണ്ട് മുതലേ എൻ്റെ ഗുരു എന്നെ ഏൽപ്പിച്ച ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് കിട്ടിയ ഒരു കർമ്മമാണ്. ഞാൻ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആശ്രമത്തിൽ. എപ്പോഴും എല്ലാ ആഴ്ചയും അത് വലിയവർക്കും കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു മാതൃമണ്ഡലത്തിൽ. അപ്പോൾ ഈ കഥകളിലൂടെ എന്താണ് ഈ കഥകൾക്ക് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ കഥകൾ എന്ന് പറയാൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പാകുന്ന ഐഡിയാസാണ് ഈ കഥകൾ എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികളെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല മോറൽ സ്റ്റോറീസിലൂടെ നല്ല നല്ല ക്വാളിറ്റീസ് നമുക്ക് അവരുടെ ഹൃദയത്തിൽ പാകാൻ പറ്റും. ഒരു പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയില്ലേ? അപ്പോൾ 12 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനസ്സിൽ ഈ കഥകൾ കൊണ്ട് നമുക്ക് അവരൊരു നല്ല വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ പറ്റും. സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ല ഒരു പൗരന്മാരായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് ഈ കഥകളിലൂടെ പറ്റും. അത്ര പവർഫുൾ ആണ് സ്റ്റോറീസ്. പക്ഷെ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞ്
കഥകൾ സെലക്ട് ചെയ്യുന്നതിലും അത് അവരുടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞ് അവരുടെ ഉള്ളിലേക്ക് നമ്മളത് ഇൻസ്റ്റിൽ ചെയ്യുന്നതിലുമാണ് കാര്യം ഇരിക്കുന്നത്. ബട്ട് ഇന്നത്തെ ഒരു കാലത്ത് നമുക്ക് അങ്ങനെ കഥ പറയാനൊന്നും സമയമില്ലാതെയാണ് എല്ലാവരും ഓടുന്നത് അല്ലേ. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന പണ്ടത്തെ കാലങ്ങളിൽ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ബട്ട് ഇന്ന് അതിൻ്റെ എല്ലാം ഒരു കുറവ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. അപ്പം ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നുള്ള എൻ്റെ ഒരു ജോലിയോടൊപ്പം ഞാൻ വിചാരിച്ച ആ ഇംഗ്ലീഷും പഠിക്കാം, അതിനൊപ്പം കുട്ടികളിൽ നല്ല നല്ല ക്വാളിറ്റീസ് അവരുടെ ഉള്ളിൽ അവർ പോലും അറിയാതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇംഗ്ലീഷ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണല്ലോ. എവിടെ പോയാലും ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണം. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പം ആ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കാം, ഒപ്പം കുട്ടികളുടെ ഉള്ളിൽ നല്ല നല്ല ഇത് കൊടുത്താലോ, നല്ലതല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ത്രൂ മോറൽ സ്റ്റോറീസ് എന്ന് പറയുന്ന കോഴ്സ് ഞാൻ അതിനു വേണ്ടിയാണ് തുടങ്ങുന്നത്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ ഞാൻ അതിന് വെച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കിതിന് ഫീസ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ആരും ഇതിനകത്ത് ചേരാൻ പറ്റാതിരിക്കരുത്, ആർക്കും ആഗ്രഹമുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേരാം. അതൊരു കണ്ടിന്യൂഷൻ അല്ല, ഓരോ ആഴ്ച ഓരോ കഥയായിരിക്കുമല്ലോ പറയുന്നത്. അതിലൂടെ അവരെ കൊണ്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. ഇംഗ്ലീഷിലെ വേർഡ്സ്, വൊക്കാബുലറി, സെൻറ്റൻസ് എല്ലാം അവർ പഠിക്കും, അവരെ കൊണ്ട് പറയിക്കും. പിന്നെ വാട്സാപ്പ് ഗൈഡൻസ് ഞാൻ കൊടുക്കും. അവരെ കൊണ്ട് അതിനുള്ള ആ ഒരു പ്രാക്ടീസും എല്ലാം ഞാൻ ചെയ്യിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവരൊരു 12 വയസ്സാകുമ്പോഴേക്കും അവർ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്തോളും, നല്ല കുട്ടികളും ആവും. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ് കേട്ടോ. അതുകൊണ്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ധൈര്യമായിട്ട് ചേർക്കാം. അതിനുള്ള ഡീറ്റെയിൽസും എല്ലാം കാര്യങ്ങളും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ വിളിക്കുക, അഡ്മിഷൻ എടുക്കുക. സോ ഗ്രാബ് യുവർ സീറ്റ്സ് ബിഫോർ 20th of this month. ഓക്കെ. ഇനി വേറൊരു ഓൺലൈൻ ക്ലാസ്സും കൂടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് സയൻസ് ട്യൂഷൻ ആണ്. 8th, 9th, 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ശ്രീജയാണ് ക്ലാസ് എടുക്കുന്നത്. ശ്രീജ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചേഴ്സ് ഇൻ സയൻസ് എന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് വരാൻ പറ്റും. കാരണം 20 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് ശ്രീജ. വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് കുട്ടികളുടെ തലയിൽ അത് കുത്തിക്കയറ്റും എന്നുള്ളതാണ് എനിക്കറിയാം. സയൻസ് അത്രയും സിൻസിയറായിട്ട് നിങ്ങളെ പഠിപ്പിക്കും, മനസ്സിലായി. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ഗ്രൂപ്പുകളിലൊക്കെ പോയി നിങ്ങൾ അതിൽ കുറേ പേരുടെ ഇടയിലിരുന്ന് നിങ്ങൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വളരെ പേഴ്സണൽ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. ഗ്രൂപ്പ് ക്ലാസ് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് പ്രോഗ്രസ് കാർഡ് വെച്ചിട്ടുണ്ട്, വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്, റിവിഷൻ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻട്രൻസിനൊക്കെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 8th, 9th, 10th കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഈ ഓൺലൈൻ ട്യൂഷന് ചേരാം. അത് തീർച്ചയായിട്ടും നിങ്ങളത് 100% നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ എവിടെ നിന്ന്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ലോകത്തിന് എവിടെ നിന്നുള്ളവർക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ പുതിയ സംരംഭങ്ങൾ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം 100% സിൻസിയറിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ക്ലെയിം എന്ന് പറയുന്നത്. ആ ഒരു ആത്മാർത്ഥത ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ആർ യു കഴിഞ്ഞു. ഇനി നമുക്ക് ഡു യു വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെയാണ് ചോദിക്കുന്നതെന്നാണ്. ഇപ്പം സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. നീ ഇവിടെയാണോ താമസിക്കുന്നത്? അതായത് സ്ഥിരമായിട്ട് ഒരാൾ താമസിക്കുന്നത് ഇവിടെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും? ഇപ്പം ആണോ, ഓർത്ത് വെക്കണേ. ഡു യു ലിവ് ഹിയർ? പക്ഷേ ഇവിടെയാണോ താമസിക്കുന്നത്? ഡു യു ലിവ് ഇൻ ന്യൂയോർക്ക്? നീ ന്യൂയോർക്കിലാണോ താമസിക്കുന്നത്? ഡു യു ഡാൻസ്? നീ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡു യു സിങ്? നീ പാടാറുണ്ടോ? ഇതൊക്കെ ഓർത്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾക്കൊരു കാർ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് എ കാർ? ഹാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട് എന്നുള്ള അർത്ഥമാണ്. ഡു യു ഹാവ് എ കാർ? ഡു യു ഹാവ് എ കമ്പ്യൂട്ടർ? എന്തെങ്കിലും ഉണ്ടോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെങ്കിലോ? ഡു യു ലൈക്ക് ഐസ്ക്രീംസ്? ഇതൊക്കെ ആലോചിക്കുക. ഐസ്ക്രീം, കാർ, കമ്പ്യൂട്ടർ. ഡു യു ലൈക്ക് ഐസ്ക്രീംസ്? നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ? ഡു യു വോണ്ട് ദിസ്? ഡു യു വോണ്ട് ദാറ്റ്? അത് വേണോ, ഇത് വേണോ? ഇപ്പം വേണോ, മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനാണ് നമ്മൾ ഡു യു ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരാളെ ഉള്ളെങ്കിലോ ഡസ് ഷീ എന്നാണ് നമ്മൾ ചോദിക്കുക. ഇപ്പം ഡൂവിൻ്റെയും ഡസിൻ്റെയും വീഡിയോ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഇപ്പം ഡസ് ഷീ ഡാൻസ്? അവൾ ഡാൻസ് ചെയ്യാറുണ്ടോ? അവിടെ അത് ഡസ് ആയി. അപ്പം ഒരാളെ ഉള്ളെങ്കിൽ ഡസ് ചേർക്കും. കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ ഡു ചേർക്കും. അപ്പം യുവും ഐയും ഒരാളെ ഉള്ളൂ എങ്കിലും അവിടെയും നമ്മൾ ഡു ആണ് ചേർക്കുക. അത് ഓർത്താൽ ഡു യു. അത് ചിലപ്പോൾ യു എന്ന് പറയുമ്പോഴേ ഒരാൾ മാത്രമല്ല, ഇപ്പം മുമ്പിലിരിക്കുന്ന എല്ലാവരോടും ഡു യു എന്ന് ചോദിക്കും. ഡു യു ലിവ് ഹിയർ എന്ന് വെച്ചാൽ കുറേ പേരെയും നമ്മൾ യു എന്ന് പറയും. അപ്പം അതുകൊണ്ട് യുവിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഒരാളെയും പറയും, കുറേ പേരെയും പറയും. ഇനി നിങ്ങൾക്ക്
ഡു യു ലിവും ആർ യു ലിവിങ് ഹിയറും തമ്മിലുള്ള വ്യത്യാസം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ആർ യു ലിവിങ് ഹിയർ എന്ന് ഒരാളോട് ചോദിക്കാന്ന് വെച്ചോ, അതിന്റെ അർത്ഥം ഇപ്പൊ ടെമ്പററി ആയിട്ട് ആരെങ്കിലും ഇവിടെ താമസിക്കുകയാണോ എന്നാണ്. നീ ഇപ്പൊ ഇവിടെയാണോ താമസം, സ്ഥിരമല്ല. അപ്പൊ ആർ യു ലിവിങ് ഹിയർ എന്ന് ചോദിച്ചത്. സ്ഥിരമായിട്ട് താമസിക്കുന്ന സ്ഥലം ചോദിക്കണം, ഡു യു ലിവ് എന്ന് ചോദിക്കണം. ഇത് രണ്ടും ഓർക്കുക. ഇപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്നവരോട് നമ്മൾ എന്താ ചോദിക്കുക, ഇങ്ങനെ ചോദിച്ചാൽ പോരെ, ആർ യു ലിവിങ് ഇൻ എ ഹോസ്റ്റൽ, നീ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഹാവ് യു വെച്ച് തുടങ്ങുന്നത്. ഹാവ് യു എന്ന് പറയുമ്പം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞോ, ഈ രണ്ട് വേർഡ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ചെയ്തിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, ഇതാണ് ഹാവ് വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ എക്സാമ്പിൾസ് നോക്കിക്കോളൂ. നീ ഡൽഹി വിസിറ്റ് ചെയ്തിട്ടുണ്ടോ, നീ പോയിട്ടുണ്ടോ, എന്നെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ്. അപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആലോചിക്കുക, നീ ഡൽഹി പോയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡിഡ് യു ഗോ എന്ന് ചോദിക്കരുത്. ഡിഡ് യു ഗോ എന്ന് വെച്ചാൽ നിങ്ങൾ സമയവും കൂടെ പറയണം. നീ കഴിഞ്ഞ മാസം ഡൽഹി പോയോ, അല്ലെങ്കിൽ നീ കഴിഞ്ഞ ആഴ്ച പോയോ. അപ്പോൾ ഡിഡ് യു ഗോ ടു ഡൽഹി ലാസ്റ്റ് മന്ത്. അപ്പോൾ സമയം ചോദിക്കണം, അങ്ങനെ ഡിഡ് ചോദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് മറന്നേക്കൂ. അപ്പോൾ ഹാവ് യു എന്ന് പറഞ്ഞാൽ നീ ഡൽഹിയിൽ പോയിട്ടുണ്ടോ. ഹാവ് യു വിസിറ്റഡ് ഡൽഹി. ഹാവ് യു ബീൻ ടു ഡൽഹി. ബീൻ എന്ന് പറഞ്ഞാലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് കേട്ടോ. ബീൻ്റെ അർത്ഥം ഇവിടെ വിസിറ്റഡ് എന്നാണ്, അത് നോട്ട് ചെയ്യണം. ഹാവ് യു ബീൻ ടു ഡൽഹി, പോയിട്ടുണ്ടോ. ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ, ഹാവ് യു റെഡ് ദാറ്റ് ബുക്ക്. നീ ആ സിനിമ കണ്ടിട്ടുണ്ടോ, ഹാവ് യു വാച്ച് ദാറ്റ് മൂവി. ആ സിനിമ കണ്ടിട്ടുണ്ടോ. അപ്പൊ അവിടെ എല്ലാം നിങ്ങൾ കണ്ടില്ലേ, വിസിറ്റഡ്, ബീൻ, വാച്ച്ഡ്. ഇതെന്താണിത്? ഇത് വേർബിന്റെ തേർഡ് ഫോം ആണ്. അപ്പൊ ഹാവിന്റെയും ഹാസിന്റെയും കൂടെ നമ്മൾ വേർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കുക, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഹാവിന്റെയും ഹാസിന്റെയും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണണം, മസ്റ്റായിട്ട് കാണണം. ഇനി ഇപ്പൊ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു, അപ്പൊ ടീച്ചർ പെട്ടെന്ന് ക്ലാസ്സിൽ കയറി വന്നിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞോ എന്ന് ചോദിക്കും. ഇപ്പൊ എന്താ പറയാ, ഹാവ് യു ഫിനിഷ്ഡ് റൈറ്റിംഗ്. നീ അത് എഴുതി കഴിഞ്ഞോ എന്നാണ്. ഫിനിഷ്ഡ് റൈറ്റിംഗ്, എഴുതൽ കഴിഞ്ഞോ. ഹാവ് യു ഫിനിഷ്ഡ് റൈറ്റിംഗ്. അവിടെ ഈ റൈറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അത് ഒരു നൗണാണ്. എഴുതൽ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു നൗണാണ്. ING ഫോമിലെ ഒരു വേർബ് ഒരു നൗണായിട്ട് വരുമ്പോൾ അത് നമ്മൾ ജെറണ്ട് എന്ന് പറയും. ഇനി കഴിച്ചു കഴിഞ്ഞോ എന്ന് എങ്ങനെ ചോദിക്കും. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു 1 മണിയെ 2 മണിയൊക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നീ കഴിച്ചോ. അപ്പോൾ എങ്ങനെ ചോദിക്കുക, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്. നീ കഴിച്ചോ. ഇനി ഞാൻ 3 ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ പറയാം, അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇപ്പം തന്നെ കമന്റ് ബോക്സിൽ ഇടണം. നിനക്ക് ദേഷ്യമാണോ, നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ, നീ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. So see you in the next video. Until then, you take care. Sadgureshwar.